ഞായറാഴ്ചയ്ക്ക് ഞാനും മമ്മിയും കൂടെ ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നടുവേദന. അപ്പോൾ ആ നടുവേദനയിൽ തുടങ്ങിയതാണ്. അത് പിന്നെ എനിക്ക് തലവേദനയായി, ലൂസ് മോഷനായി, എൻ്റെ ശരീരത്തിൻ്റെ താപനില ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പനീൻ്റെ ലക്ഷണമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. സാധാരണ എനിക്ക് എന്ത് അസുഖം വന്നാലും എൻ്റെ മാതാശ്രീ പറയുന്നത് ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ്. ചോറ് കഴിക്കൂ, അപ്പോൾ ഒരു അസുഖവും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്ലാസ് കേട്ടുകൊണ്ട് എനിക്ക് വിശപ്പും വരുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഞാനിങ്ങനെ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിലൊരു ഫയർ വന്നിട്ട് ഞാനിങ്ങനെ കരുതും, വെയിറ്റ് ഗെയിൻ ചെയ്യണം. അപ്പം ഞാൻ അവിടെ ഇവിടെ നിന്നൊക്കെ ഇല്ലാത്ത റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് ഓരോ സ്മൂത്തി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുടിച്ച് 2 മാസം കൊണ്ട് 1-2 കിലോ വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ അതിനുശേഷം പനി വരും. കറക്റ്റായിട്ട് അങ്ങനെ വന്നിരിക്കും. കോൾഡ് കോഫി ശാപം, അല്ലാതെ എന്തു പറയാൻ. ആ പനി വരുമ്പോഴത്തേക്കും ഗെയിൻ ചെയ്ത 2 കിലോയും അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 കിലോയും കൂടെ അതങ്ങ് കൊണ്ടുപോകുമ്പോഴത്തേക്കും പണി പാളിയല്ലോ, എല്ലാം ശുഭമായി. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, എനിക്കറിയാം. അപ്പം ഞാനിപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം അത് വൈകാതെ എഫക്റ്റീവ് ആകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.